ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് മോം. ഭക്ഷണം പാഴാവുന്നത് കൺട്രോൾ ചെയ്യാനുള്ള കുറച്ച് ടിപ്സുമായാണ് ഇന്ന് ഞാൻ വന്നത്. ഓരോ ദിവസവും നമ്മൾ എത്ര നേരം ഭക്ഷണം കഴിച്ചു, എന്തൊക്കെ കഴിച്ചു, അതിൽ രുചികരമായത് ഏത് എന്നൊക്കെ ഓർക്കാറുണ്ടല്ലേ? അതുപോലെ തന്നെ അവ ചർച്ച ചെയ്യാറുമുണ്ട്. കഴിക്കാൻ പോകുന്ന ഭക്ഷണത്തിൻ്റെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് രസിക്കാനും ലൈക്ക് വാങ്ങാനും താല്പര്യം കാട്ടുന്നവരുമുണ്ട്. എന്നാൽ ഒരു ദിവസം എത്ര ഭക്ഷണം പാഴാക്കുന്നുണ്ടെന്ന് ആരും ഓർക്കാറില്ല. രുചിയില്ലെന്ന് പറഞ്ഞ് അല്പം തിന്ന് ബാക്കി കളഞ്ഞത്, ആവശ്യത്തിൽ കൂടുതൽ വാങ്ങി കഴിക്കാനാവാതെ ഒഴിവാക്കിയത്, അങ്ങനെ അലക്ഷ്യമായി ഭക്ഷണം പാഴാക്കി കളയാൻ എന്തെല്ലാം കാരണങ്ങൾ? ഇങ്ങനെ ഒരു വ്യക്തിയുടെ ഭക്ഷണ പാത്രത്തിൽ നിന്ന് തുടങ്ങുന്നു ഈ പാഴാക്കൽ. വീട്ടിലെ അടുക്കളയിലും ഹോട്ടലുകളിലും ആയിരങ്ങൾ പങ്കെടുക്കുന്ന വിരുന്നുകളിലും വരെ ഇത്തരം പാഴാക്കൽ പലപ്പോഴും കണ്ടെത്താനാകും. ഒരു നിമിഷം മുമ്പ് രുചികരമായി കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കി അടുത്ത നിമിഷം തന്നെ മാലിന്യമായി തള്ളപ്പെടുന്ന അവസ്ഥ. ഇങ്ങനെ ഭക്ഷണം മാലിന്യമാക്കി മാറ്റപ്പെടുമ്പോൾ സംഭവിക്കുന്ന നഷ്ടത്തെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കാറുമില്ല. ഒരു നിമിഷം ഭക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആലോചിച്ചിരുന്നെങ്കിൽ ഒരു പരിധി വരെയെങ്കിലും ഈ പാഴാക്കൽ ഒഴിവാക്കാൻ കഴിയും. ഇപ്പോഴത്തെ ജീവിത രീതിയിലും ഭക്ഷണശീലങ്ങളിലും വന്ന മാറ്റങ്ങൾ ഭക്ഷണം പാഴാക്കുന്ന കാര്യത്തിലും സ്വാധീനിച്ചു എന്ന് കാണാം. പണ്ടൊക്കെ വീട്ടിലുള്ളവർക്ക് ആവശ്യമായ അളവിൽ ഭക്ഷണം ഉണ്ടാക്കും. അത് ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചായിരിക്കും. ഇനി ഉണ്ടാക്കിയ ഭക്ഷണം ബാക്കി വന്നാൽ അത് അയൽപക്ക വീടുകളിലേക്ക് പങ്കുവെച്ച് നൽകും. അതുകൊണ്ട് തന്നെ പാഴായി പോകുന്ന ഭക്ഷണം താരതമ്യേന കുറവായിരുന്നു. എന്നാൽ കാലം മാറി. രുചിയുടെ വൈവിധ്യങ്ങൾ വലിയ വിപണിയായി മാറി. ഒരുപക്ഷെ ഏറ്റവും വൈവിധ്യം നിറഞ്ഞതും വിപുലവുമായ വിപണിയായി ഭക്ഷണം മാറിയിട്ടുണ്ട്. അതിൽ വെള്ളം മുതൽ എല്ലാമുണ്ട്. കുടിക്കാനുള്ള വെള്ളം വില കൊടുത്ത് വാങ്ങേണ്ടി വരുമെന്ന് കഴിഞ്ഞ തലമുറക്കാർ ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അതാണ് ആഹാര വിപണിയിൽ വന്ന മാറ്റം. ആർഭാട വിരുന്നുകളൊക്കെ കൂടി, ബുഫേ രീതികൾ വ്യാപകമായി. ഇതിലെല്ലാം വലിയ തോതിലാണ് ഭക്ഷണ വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. ക്ഷണം സ്വീകരിച്ചെത്തുന്നവർക്കുള്ള ഭക്ഷണം തികയാതെ വന്നാലോ എന്നാണ് ചിന്ത. അതുകൊണ്ട് കൂടുതലുണ്ടാക്കും. അധികമായി ഉണ്ടാക്കിയതിൽ പലതും പാഴാവുകയും ചെയ്യും. പാഴായാൽ പ്രശ്നമില്ല, തികയാതെ വന്നാലേ പ്രയാസമുള്ളൂ എന്ന ചിന്തയാണ് ഇതിനു പിന്നിൽ. ഭക്ഷണം പാഴായാൽ പ്രശ്നമുണ്ട് എന്ന ചിന്തയിലേക്ക് കാര്യങ്ങൾ മാറേണ്ടിയിരിക്കുന്നു. ശ്രദ്ധ, കരുതൽ, ആവശ്യം എന്നിവ പരിഗണിച്ചുകൊണ്ട് ഭക്ഷണത്തെ സമീപിച്ചാൽ തന്നെ ഭക്ഷണം പാഴാക്കുന്നത് വലിയൊരളവ് വരെ ഒഴിവാക്കാനാകും. ഞാൻ ഇനി പറയാൻ പോകുന്ന 6 പോയിന്റുകൾ ശ്രദ്ധിച്ചാൽ തന്നെ ഭക്ഷണം പാഴാക്കുന്നത് ഒരു പരിധി വരെ തടയാൻ കഴിയും. അപ്പോൾ ഒന്നാമത്തെ പോയിന്റാണ് ശ്രദ്ധയോടെ വാങ്ങുക. അനാവശ്യമായ ഷോപ്പിംഗ് ആവേശം ചിലപ്പോഴെല്ലാം ഭക്ഷണം പാഴാക്കുന്നതിലേക്ക് നയിക്കാറുണ്ട്. എല്ലാ സാധനങ്ങളും ഒരു മാസത്തേക്കും മറ്റും ഒന്നായി വാങ്ങുന്നവരുണ്ട്. പെട്ടെന്ന് കേടുവരാത്ത സാധനങ്ങളുടെ കാര്യത്തിൽ ഇത് സൗകര്യപ്രദമാണ്. എന്നാൽ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എന്നിവ കൂടുതലായി വാങ്ങുന്നത് അവ പാഴാകാൻ ഇടയാക്കും. വില കുറഞ്ഞു കിട്ടുന്നു എന്ന് കരുതി വേഗം കേടുവരുന്നവ ധാരാളം വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു കാര്യവുമില്ല. അത് മുഴുവൻ ഉപയോഗിക്കാതെ വലിച്ചെറിയേണ്ടി വരും. അതുകൊണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ ശ്രദ്ധയോടെ വാങ്ങുക. ഇനി രണ്ടാമത്തെ പോയിന്റ്, ആക്ഷൻ പ്ലാൻ. ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാൻ മാർക്കറ്റിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക. അതായത് എന്തൊക്കെ വാങ്ങണമെന്ന് ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. മാർക്കറ്റിലെത്തിയാൽ പല വിധത്തിലുള്ള ഓഫറുകളും നിങ്ങളെ സ്വാധീനിച്ചേക്കാം. എന്നാൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഓഫറുകൾ മാത്രം തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ കൂടുതൽ ഓഫറുകളിൽ മനമയങ്ങി നമുക്ക് ആവശ്യമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ വാങ്ങി വീട്ടിൽ കൊണ്ടുവരേണ്ടി വരും. ഒടുവിൽ അത് പാഴാക്കി കളയേണ്ടിയും വരും. 3. കരുതലോടെ പാചകം ചെയ്യുക. ഭക്ഷണം പാചകം ചെയ്യുമ്പോഴും അല്പം ശ്രദ്ധിച്ചാൽ പാഴാവുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കാം. വീട്ടിലാണെങ്കിൽ ആ ദിവസം എത്ര പേർ ഭക്ഷണം കഴിക്കാനുണ്ടാകുമെന്ന് തീർച്ചപ്പെടുത്തി അതിനനുസരിച്ച് മാത്രം തയ്യാറാക്കുക. പച്ചക്കറികളിൽ എളുപ്പം ചീത്തയാവാൻ സാധ്യതയുള്ളവ കറിക്കും മറ്റുമായി ഉപയോഗിക്കുക. ആ പച്ചക്കറി കൊണ്ടുള്ള വിഭവം അടുത്ത ദിവസം തയ്യാറാക്കാമെന്ന് കരുതി മാറ്റിവെച്ചാൽ ചിലപ്പോൾ അത് കേടുവന്ന് പാഴാക്കേണ്ടി വരും. 4. ബാക്കി വന്ന ഭക്ഷണം കൃത്യമായി സൂക്ഷിക്കുക. പാചകം ചെയ്ത ശേഷം ബാക്കിയുള്ള പച്ചക്കറി, മീൻ, മറ്റു ഭക്ഷ്യവസ്തുക്കൾ എന്നിവയെല്ലാം കൃത്യമായി കേടുവരാത്ത വിധം സൂക്ഷിക്കണം. ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടവയും അല്ലാത്തവയും വേർതിരിച്ച് തന്നെ വെക്കണം. 5. ആവശ്യത്തിന് വിളമ്പുക. വീട്ടിലാണെങ്കിലും സൽക്കാര സ്ഥലങ്ങളിലാണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്നത് മാത്രം വിളമ്പിയെടുക്കുക. ആവശ്യമില്ലാത്ത വിഭവങ്ങൾ വെറുതെ വാങ്ങി പാഴാക്കരുത്. ആദ്യം കുറച്ച് ഭക്ഷണം വിളമ്പിയെടുക്കുക. ആവശ്യമെന്ന് തോന്നുന്നുവെങ്കിൽ മാത്രം രണ്ടാമതും വാങ്ങുക. ഭക്ഷണം അനാവശ്യമായി പാഴായി പോകാതിരിക്കാൻ ഇത് സഹായിക്കും. ഇനി നിങ്ങളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ ഓർഡർ ചെയ്യുമ്പോഴും
ഓരോരുത്തർക്കും ആവശ്യമായ അളവിൽ മാത്രം വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. 6. അധികമുള്ളത് പങ്കുവയ്ക്കുക. സൽക്കാരങ്ങളിലും മറ്റും ഭക്ഷണം ബാക്കി വന്നാൽ അത് കുഴിച്ചു മൂടുന്നതിന് പകരം വിശക്കുന്നവർക്ക് പങ്കുവെച്ച് നൽകാവുന്നതാണ്. അതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ പലയിടങ്ങളിലും പ്രവർത്തിച്ചു വരുന്നുമുണ്ട്. ഒരു വറ്റുപോലും പാഴാക്കരുതെന്ന് പണ്ടുള്ളവർ പറയാറുണ്ടായിരുന്നു. ഭക്ഷണത്തെ ബഹുമാനത്തോടെ സമീപിക്കണമെന്ന ചിന്ത തന്നെ ഉണ്ടായിരുന്നു. മൂല്യം നിശ്ചയിക്കാൻ കഴിയാത്ത ഒന്നായി ആഹാരം നിലനിന്ന പണ്ടത്തെ ആ ഒരു കാലം. എന്നാൽ പിന്നീട് നമുക്ക് രുചികരമല്ലാത്തത് പാഴാക്കി കളയുക എന്ന ചിന്താഗതിയിലേക്ക് മാറിപ്പോയി. ആഹാരത്തിന് വില നിശ്ചയിക്കപ്പെട്ടു. രുചി കൂടുന്തോറും വിലയും കൂടി. ആഹാരം പാഴാക്കുമ്പോൾ സാമ്പത്തികമായ നഷ്ടം മാത്രമാണ് പലരും കണക്കാക്കുന്നത്. എന്നാൽ പാഴാക്കപ്പെടുന്ന ഭക്ഷണം കേവലം സാമ്പത്തിക തലത്തിൽ മാത്രം കണ്ടാൽ പോരാ. പാകം ചെയ്ത് മുന്നിൽ കിട്ടിയ ആഹാരത്തിൽ നിന്ന് ഒന്ന് പിന്നോട്ട് ചിന്തിക്കുക. ആ ആഹാരം തയ്യാറായി വരാൻ എന്തൊക്കെയായിരുന്നു ചേരുവകൾ? അവ ഓരോന്നും ഉണ്ടായി വന്നത് എങ്ങനെയാണ്? എത്ര നാളത്തെ അധ്വാനമാണ്? എത്ര കർഷകരുടെ പ്രയത്നമാണ്? എത്ര വെള്ളമാണ് ഉപയോഗിച്ചത്? അതാണ് ആഹാരത്തിൻ്റെ മൂല്യമെന്ന് തിരിച്ചറിയണം. അങ്ങനെ ചിന്തിച്ചാൽ ആഹാരം ലാഘവത്തോടെ പാഴാക്കാൻ നമുക്ക് തോന്നില്ല. ആഹാരം പാഴാക്കുന്ന കാര്യത്തിൽ തുടരുന്ന അലസ സമീപനം മാറ്റേണ്ട സമയം കടന്നിരിക്കുന്നു. ഓരോരുത്തരും അക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തിയാൽ വലിയൊരളവ് വരെ പാഴാക്കൽ തടയാനാവും. വീടുകളിലായാലും ഹോട്ടലുകളിലായാലും ഇക്കാര്യം ഒരേപോലെ എല്ലാവർക്കും ബാധകമാണ്. മുതിർന്നവരിൽ മാത്രമല്ല, കുട്ടികളിലും ഈ അവബോധം ഉണ്ടാക്കേണ്ടതുണ്ട്. കുട്ടികളെ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി കൊടുക്കുകയും വേണം. ഭക്ഷണത്തിൻ്റെ മൂല്യബോധമുള്ള തലമുറയായി അവരെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഭക്ഷണം അനാവശ്യമായി പാഴാക്കാൻ ഒരുങ്ങുമ്പോൾ ഈ വാക്കുകളെങ്കിലും ഓർക്കുക. നിങ്ങൾ നല്ല ഭക്ഷണം പാഴാക്കുമ്പോൾ നിങ്ങൾ പാഴാക്കുന്നത് നിങ്ങളുടെ ജീവിതം തന്നെയാണ് എന്ന കാതറിൻ ആനി പോർട്ടറിൻ്റെ വരികൾ.